സെറിബ്രൽ പൾസി ബാധിതനായ 19-കാരന്റെ പൈലോനിഡൽ സൈനസ് വിജയകരമായി നീക്കം ചെയ്തു. തൊടുപുഴ പെരുമ്പിളിച്ചിറയിലെ അൽ-അസ്ർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് ഇടപെട്ടി സ്വദേശിയും കോമഡി ഷോ സെലിബ്രിറ്റി താരവുമായ ആസിഫിന്റെ നട്ടലിന് താഴെയുണ്ടായിരുന്ന മുഴ ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി നീക്കം ചെയ്തത്. ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഷോയിലെ സെലിബ്രിറ്റി താരമായിരുന്ന ആസിഫ് ഉമറാണ് ജന്മനായുണ്ടായ സെറിബ്രൽ പാൾസി രോഗബാധ മൂലം കഷ്ടപ്പെട്ടിരുന്നത്. നട്ടലിന്റെ കീഴ്ഭാഗത്തെ മുഴ മൂലമുണ്ടായ വേദനയ്ക്ക് മോചനം തേടി ആസിഫ് വിവിധ ആശുപത്രികൾ കയറിയിറങ്ങി ഒടുവിലാണ് അൽ-അസ്ർ മെഡിക്കൽ കോളേജിൽ എത്തിയത്. വിവിധ പരിശോധനകൾക്ക് ശേഷം പൈലോനിക്കൽ സൈനസ് നീക്കം ചെയ്യാൻ നിശ്ചയിക്കുകയായിരുന്നു. ഈ അസുഖം തുടങ്ങിയിട്ട് 6-7 മാസമായി. അത് ചെറിയൊരു മുഴ പോലെ വന്നു. പിന്നെ അത് പൊട്ടി. ഇവിടെ കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു, ആയുർവേദത്തിൽ. അല്ലാതെ ചെറിയ ചെറിയ നാടൻ ചികിത്സയൊക്കെ ചെയ്ത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചു നിന്നു. കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ ആശുപത്രിയിലൊക്കെ വരാൻ മടിയായിരുന്നു. അപ്പോൾ ഇത് കുറവില്ല എന്ന് പറഞ്ഞപ്പോൾ പേടി കാരണം വന്നു. സർജറി ചെയ്ത് കഴിഞ്ഞാൽ രാമൻ ഡോക്ടർ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ ദൈവത്തിൻ്റെ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ കിട്ടി. സർജറി വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ രാമൻ എം.ആർ., പൾമണോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ ബോണി പി. ജെയിംസ്, ഡോക്ടർ രാഹുൽ ഡി ഉലഹന്നാൻ, അനസ്തേഷ്യ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ കുഞ്ഞമ്മ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 1 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. സെറിബ്രൽ പാൾസി ബാധിതനായ ആസിഫിന് പൾമോണറി ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തിയതിന് പ്രകാരം ലങ്സിന്റെ പ്രവർത്തനം മോഡറേറ്റ് ആണെന്ന് കണ്ടെത്തിയതിനാലും സ്പൈനെ ബിഫയുടെ സംശയിക്കുന്നതിനാലും അനസ്തേഷ്യ നൽകി സർജറി നടത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരാഴ്ചയ്ക്കകം രോഗി പൂർണ്ണമായി സുഖപ്പെട്ട് ആശുപത്രി വിടുകയും ചെയ്തു. V1 ന്യൂസ്, തൊടുപുഴ. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ തൊടുപുഴ ജയറാണി കിൻഡർ ഗാർഡനിൽ അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചുന്നേ. ഇവിടെ എന്ത് രസമാണെന്നോ! ആടാനും പാടാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. നിങ്ങളും വരുന്നോ ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ? നമുക്ക് ഒരുമിച്ച് കളിച്ച് രസിച്ച് പഠിക്കാം.